യോഹന്നാന്റെ സുവിശേഷം 14 ഒന്നാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം, Gospel of John 14 verse 1. Praise the Lord. നോക്കിയേ, ഇവിടെ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇതിലേക്ക് നോക്കാം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. പുതിയ നിയമത്തിൻ്റെ വലിയൊരു വെളിപ്പാടായത്. ഹൃദയം തകർന്നവർക്ക് യഹോവ സമീപസ്ഥൻ. പല സങ്കീർത്തനങ്ങൾ, പല വാക്യങ്ങളുള്ളപ്പോഴും പുതിയ നിയമം തരുന്ന വലിയൊരു സന്ദേശം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. പുതിയ നിയമത്തിൻ്റെയും പഴയ നിയമത്തിൻ്റെയും തമ്മിലുള്ള ആ വ്യത്യാസം മനസ്സിലായില്ലെങ്കിൽ ഹൃദയം കലങ്ങുന്നത് കൊണ്ട് ദൈവത്തിന് പലപ്പോഴും നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. പലരും അനേകർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഹൃദയം കലങ്ങിയാലാണ് ദൈവം പ്രവർത്തിക്കുന്നതെന്ന്. പക്ഷേ പുതിയ നിയമത്തിൻ്റെ വെളിപ്പാട് അങ്ങനല്ല. അതുകൊണ്ടാണല്ലോ യേശു പറഞ്ഞത്, ഈ യോഹന്നാൻ 14, 15, 16, 17 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അധ്യായങ്ങളാണ്. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ 3.5 വർഷക്കാലം തൻ്റെ ശിഷ്യന്മാരുമായിട്ട് ഒന്നിച്ച് പല ശുശ്രൂഷകളും ചെയ്തതിന് ശേഷം താൻ നിയോഗിക്കപ്പെട്ട ഏറ്റവും വലിയ ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങുന്നതിന് മുമ്പ്, അതായത് തൻ്റെ ക്രൂശ് മരണം, പിതാവിൻ്റെ ഇഷ്ടപ്രകാരം ഈ ഭൂമിയിൽ സകല മാനവരാശിക്കും വേണ്ടി കാൽവറിയിൽ മരിക്കുവാൻ വേണ്ടിയിട്ടും മരിച്ച് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും അനേക ഹൃദയങ്ങളിൽ വാസം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ വലിയ പദ്ധതിക്ക് മുന്നോടിയായിട്ട് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചു വരുത്തിക്കൊണ്ട് സംസാരിക്കുന്ന വചനങ്ങളാണ് യോഹന്നാൻ്റെ സുവിശേഷം 14, 15, 16. അത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം 17-ാമത്തെ അധ്യായത്തിൽ ഇവർക്ക് വേണ്ടിയിട്ടൊരു മഹാപുരോഹിത പ്രാർത്ഥനയോടെ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് യേശു കാൽവറിയിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ കാൽവറിയിലേക്കല്ല, പെസഹായിലേക്ക് പോകുന്നു, തുടർന്നുള്ള തൻ്റെ ദൗത്യത്തിലേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ ശിഷ്യന്മാരോട് താൻ ഷെയർ ചെയ്ത ഈ 14, 15, 16 അധ്യായങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ശിഷ്യന്മാർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു ദൈവിക നിയോഗത്തിലേക്ക് യേശു പോകുമ്പോൾ കലങ്ങിപ്പോകുവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അതുകൊണ്ടാണ് ഈ വചനത്തിൽ 1-ാമത്തെ വാക്യത്തിൽ തന്നെ പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്കരുത്. ശിഷ്യന്മാരോട് പറയുക, ഞാനിപ്പോൾ പോകാൻ പോകുന്നത് പിതാവിൻ്റെ ഒരു വലിയ ദൗത്യത്തിൻ്റെ പൂർത്തീകരണം, അത് മാനവരാശിയുടെ മുഴുവനായുള്ള രക്ഷയും അതിൻ്റെ അകത്ത് നിങ്ങൾ വരെ ഉൾപ്പെടും. അതിനുവേണ്ടി ഞങ്ങൾ പോകുന്നത്. പക്ഷെ അത് ഒരു മനുഷ്യൻ ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. Praise the Lord. ദൈവിക പദ്ധതിയിൽ, ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, ദൈവിക പദ്ധതിയിൽ നിങ്ങൾ ഓടുമ്പോൾ ഹൃദയം കലങ്ങാനുള്ള ഒരുപാട് ചാൻസുകളുണ്ട്. പക്ഷേ അതിൻ്റെ അകത്തുനിന്ന് ദൈവത്തിൻ്റെ ഒരു മഹത്വം വെളിപ്പെടും. അവിടെ ജയാളിയാകി മാറണമെങ്കിൽ ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. Praise the Lord. ഞാനിത് ഇങ്ങനെ ഈ 14, 15, 16 ഒരുപാട് ആവർത്തി മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഈ യേശു പറഞ്ഞിരിക്കുന്ന ഈ വചനത്തിൽ അവർ വിശ്വസിച്ചായിരുന്നെങ്കിൽ ഒരിക്കലും ക്രൂശിൻ്റെ ചോട്ടിൽ നിന്ന് അവർക്ക് ഓടേണ്ടി വരത്തില്ലായിരുന്നു. യേശുവിനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ പത്രോസിന് വാളുകൊണ്ട് വെട്ടേണ്ടി വരത്തില്ലായിരുന്നു. തള്ളിപ്പറയേണ്ടതായി വരത്തില്ലായിരുന്നു. ആ പിക്ചറുകളൊന്നും അവരുടെ ജീവിതത്തിൽ സംഭവിക്കത്തില്ലായിരുന്നു, യേശു പറഞ്ഞിരുന്ന ഈ വചനത്തിൽ അവർ വിശ്വസിച്ചിരുന്നെങ്കിൽ. ദൈവവചനം പഠിക്കേണ്ടത് ഇങ്ങനെയാണ്. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയായിരുന്നേ, ഈ യേശു പറഞ്ഞ ഈ വചനത്തിൽ അവർ വിശ്വസിച്ചായിരുന്നെങ്കിൽ പട്ടാളക്കാർ യേശുവിനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം എന്തിനാണ് വേണ്ടിയാ പോകുന്നതെന്ന് അവർക്ക് വ്യക്തമായിട്ട് യേശു പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് സ്വീകരിക്കാൻ തക്കവണ്ണമുള്ള ഒരു ആത്മീയ തലം അവർക്കില്ലായിരുന്നു.
പലപ്പോഴും പലരുടെ ഹൃദയം കലങ്ങുന്നതിന് കാരണം ദൈവം പറഞ്ഞിരിക്കുന്ന സത്യങ്ങളെ സ്വീകരിപ്പാൻ തക്കവണ്ണം ഒരു ആത്മീയ തലം അവർക്കില്ല. മാനുഷിക തലത്തിൽ നിന്നുകൊണ്ട് അതിനെ കാണുമ്പോൾ ഹൃദയം കലങ്ങുന്നു. അതിനപ്പുറമായി ദൈവം പറഞ്ഞതിൽ നീ വിശ്വസിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുന്നത്. അവിടെയാണ് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ദൈവം ആഗ്രഹിക്കുന്ന നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നീ ഈ ഭൂലോകത്തിൽ ഹൃദയം കലങ്ങാതിരിക്കാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, ദൈവത്തിൽ വിശ്വസിക്കുക. വേറെ ആരുടെ വാക്കുകൾക്കോ വേറൊരു സാഹചര്യത്തിനോ നിങ്ങളുടെ ഹൃദയം കലങ്ങിയതിൽ നിന്ന് നിങ്ങളെ വിടുവിക്കാൻ പറ്റത്തില്ല. ദൈവത്തിൽ വിശ്വസിപ്പിൻ, അവിടെ മാത്രമേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവവചനം പല മേഖലയിൽ ദൈവം എന്നെ പഠിപ്പിച്ചു. കാരണം ഞാൻ ഈ ബൈബിളൊക്കെ പഠിക്കുന്നത് പല മേഖലയിൽ നിന്നുകൊണ്ട്, പല വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഈ ബൈബിൾ പഠിച്ചു വന്നവനാണ്. ഞാനൊരു ഓർത്തഡോക്സുകാരനായിരിക്കുമ്പോൾ ആ ഓർത്തഡോക്സ് വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഈ ബൈബിൾ ശരിക്കും പഠിച്ചതാണ്. ദൈവം എന്നെ പഠിപ്പിച്ചതാണ്. ദൈവം ആയിരിക്കത്തില്ല പഠിപ്പിച്ച, പക്ഷേ ദൈവം ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അന്ന് പഠിപ്പിച്ചതായിരിക്കാം. ഞാനന്നത് പഠിക്കുന്നത് ഇങ്ങനെ ശുശ്രൂഷ ചെയ്യുന്നവരോട് വാദിക്കാൻ വേണ്ടിയിട്ടാണ് പഠിച്ചത്. ഈ ബൈബിൾ പല മേഖലയിൽ നിന്നുകൊണ്ട് പഠിക്കാം, പക്ഷെ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചെങ്കിലേ അത് സത്യവചനമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ വരത്തുള്ളൂ. ഒരിക്കലും ബൈബിൾ ബുദ്ധി കൊണ്ട് പഠിച്ചാൽ ഒരിക്കലും ആ വ്യക്തിക്ക് ഒരു മാറ്റവും സംഭവിക്കത്തില്ല. മാറ്റം സംഭവിക്കത്തില്ലെന്ന് മാത്രമല്ല, അത് വിപരീതമായ ഫലം പുറപ്പെടുവിക്കും. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം ബെന്തക്കോസ്തൽ അനുഭവത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചിരിക്കുന്നു അങ്ങനെ ആയിരിക്കും അതിൻ്റെ കറക്റ്റ് ആയിരിക്കുന്നത്. പക്ഷെ പിന്നീട് നമ്മൾ കൂടുതൽ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ അകത്തുനിന്നും വ്യത്യസ്തമായ രീതിയിൽ ദൈവത്തിൽ വിശ്വാസം എന്നുള്ളൊരു സബ്ജക്റ്റ് എൻ്റെ അകത്തുണ്ട്. ഞാനത് മനസ്സിലാക്കിയപ്പോൾ എനിക്കൊരിക്കലും ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജീവിതം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവത്തിലുള്ള വിശ്വാസത്തിലല്ലാതെ പറ്റത്തില്ല. അതാണ് എന്നെ ചേഞ്ച് ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ നല്ലവണ്ണം നടക്കുമ്പോഴായിരിക്കും ദൈവം പ്രസാദിക്കുന്നത്. പിന്നീടാണ് എനിക്കത് മനസ്സിലായത്, ദൈവത്തിൽ വിശ്വസിക്കാതെ ഒരിക്കലും എനിക്ക് ദൈവം ആഗ്രഹിക്കുന്ന പോലെ നടക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളോട് പറഞ്ഞൊരു കാര്യം, എനിക്ക് ഈ ഭൂമി ചെയ്യണമെങ്കിൽ ദൈവത്തിലെ വിശ്വാസത്തിലല്ലാതെ പറ്റത്തില്ല. അല്ലാതെ ചെയ്യുന്നെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന പെർഫെക്ഷൻ എൻ്റെ അത് വെളിപ്പെടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു പക്ഷേ അത് ചെയ്തെന്നിരിക്കാം, എന്നാലും ദൈവം ആഗ്രഹിക്കുന്ന പെർഫെക്ഷൻ എൻ്റെ അത് വെളിപ്പെടത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എന്നെക്കൊണ്ട് സ്വയമായിട്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. കർത്താവിലുള്ള വിശ്വാസത്തിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. എക്സാമ്പിൾ ഞാൻ പറയാം. എൻ്റെ ഹൃദയം കലങ്ങാതിരിക്കണമെങ്കിൽ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, കർത്താവിൽ വിശ്വസിക്കുക എന്നുള്ള. നിങ്ങളല്ലെങ്കിൽ വേറൊരു മാർഗം പറ ഹൃദയം കലങ്ങാതിരിക്കാൻ. ഈ കർത്താവിലെ വിശ്വാസത്തിലല്ലാതെ ഹൃദയം കലങ്ങാതിരിക്കാൻ നിങ്ങളൊരു മാർഗം പറ. ഇല്ല. എപ്പോൾ വിശ്വാസം നഷ്ടപ്പെടുന്നോ ഹൃദയം കലങ്ങും. ഇനി നമ്മുടെ ഹൃദയത്തെ കലക്കുവാൻ വിശ്വാസം നഷ്ടപ്പെടുത്താതെ പറ്റത്തില്ല. Praise the Lord. Praise the Lord. Hallelujah. Glory to Lord. Hallelujah. Hallelujah. Praise the Lord. ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന എൻ്റെ ഹൃദയത്തെ കലക്കാൻ ആർക്കാ പറ്റുന്നത്?
ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തെ കലക്കാൻ ആർക്കാ പറ്റുന്നത്? കാരണം അവൻ ദൈവമായതുകൊണ്ട്. ആ ദൈവത്തിലാണ് നീ വിശ്വസിക്കുന്നെങ്കിൽ നിന്റെ ഹൃദയത്തെ കലക്കാൻ ആർക്കും പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവത്തിൽ വിശ്വസിക്കുന്ന നിന്റെ കൺട്രോൾ ദൈവത്തിന്റെ കയ്യിലാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ നീ നിന്റെ മുഴുവൻ കൺട്രോളും ദൈവത്തിന് കൊടുത്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്. നിന്നിൽ നീ 1% പോലും ട്രസ്റ്റ് ചെയ്യുന്നില്ല. പൂർണ്ണമായി ദൈവത്തിലാണ് നീ ട്രസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ട്രസ്റ്റ് ചെയ്യുന്ന നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. Glory to Lord. Glory, glory, glory. ദൈവത്തിന് മഹത്വം. അവിടെ ദൈവം മഹത്വം എടുക്കുന്നത്. അതിൻ്റെ അകത്ത് നീ വിശ്വസിക്കുന്ന ആ വിഷയത്തിൻ്റെ മഹത്വം ദൈവം എടുക്കും. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ അകത്ത് നിനക്കൊരു മഹത്വമില്ല. പ്രൈസ് ദി ലോർഡ്. Thank you, Father. Hallelujah. Glory to Lord. Glory, glory, glory. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാനതാ പലപ്പോഴും ചിന്തിക്കുന്നത്, ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതും ചോദിക്കുന്നു, എത്ര പേര് യഥാർത്ഥമായിട്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്? ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളുണ്ട്, ക്രിസ്മസുകൾ, ഉയർപ്പുകൾ, പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എത്രമാത്രം പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ വിശ്വസിക്കുന്നുണ്ടോ? കൽപ്പന അതാണല്ലോ, ഒന്നാം കൽപ്പന. ഇവിടെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? പൂർണ്ണ മനസ്സ്, പൂർണ്ണ ഹൃദയം, പൂർണ്ണ ആത്മാവെന്ന് പറഞ്ഞാൽ വേറെ ഒന്നിനും അതിൻ്റെ അകത്ത് ഇടമില്ലാത്തവണ്ണം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? കർത്താവേ, ഞാൻ ഇന്നൊക്കെ ചെയ്തിട്ടും എന്താ നീ എന്നെ അനുഗ്രഹിക്കാത്ത? ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഭാഗത്തു നിന്ന് ഒന്നും ചെയ്തിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. ഈ ഒന്നാം കൽപ്പന അനുസരിക്കാൻ പറ്റുമോ? അപ്പോൾ എന്ത് ചെയ്ത് വേണം ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് പ്രാപിക്കാൻ? വിശ്വാസത്തിലേ പറ്റൂ. എനിക്ക് യോഗ്യതയില്ല ഈ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി ദൈവത്തെ സ്നേഹിക്കാൻ. എന്നെക്കൊണ്ട് പറ്റത്തില്ല. ദൈവത്തിൻ്റെ കൃപയില്ലാതെ പറ്റത്തില്ല. അത് പറ്റുമായിരുന്നെങ്കിൽ യേശു മരിക്കണ്ട. ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു തൻ്റെ മക്കൾ, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ താൻ സൃഷ്ടിച്ച ജനം, മനുഷ്യൻ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവും കൂടെ ഈ സൃഷ്ടിച്ച എന്നെ സ്നേഹിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അത് എപ്പോൾ ആദം പാപം ചെയ്തു നടക്കത്തില്ല. എത്ര പ്രമാണം കൊടുത്താലും നീ സ്നേഹിക്കുക, പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുന്ന പ്രമാണം എത്ര കൊടുത്താലും ആ വ്യക്തിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിന് ദൈവം തന്നെ ഇടപെട്ടേ പറ്റൂ. അല്ലാതെ ഈ ചുമ്മാ കർത്താവിനെ സ്നേഹിക്കടാ എന്നൊന്നും പറഞ്ഞ് നടക്കുന്ന കാര്യമല്ല. അത് കൃപയാലല്ലാതെ ഒരു കാര്യം നടക്കത്തില്ല. ഇതൊന്നും നിങ്ങൾക്ക് വെളിപ്പെട്ടമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. കൃപയാലല്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. ദൈവം എന്നിലൊന്നും ആരംഭിക്കാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. ദൈവം തുടങ്ങാത്തത് ഒന്നും ദൈവം അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം എന്താ? എന്നിൽ നിന്ന് ആരംഭിക്കുന്നതെല്ലാം കറപ്റ്റഡാ. എന്നിൽ നിന്ന് ആരംഭിക്കുന്നതിനെല്ലാം എൻ്റെ ബെനിഫിറ്റിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടായിരിക്കും അത് ചെയ്യുന്നത്. ഏത് നല്ല പ്രവൃത്തി ചെയ്താലും ഏത് സ്നേഹം പ്രകടിപ്പിച്ചാലും എന്നിൽ നിന്ന് ആരംഭിച്ചതാണെങ്കിൽ അതിന് ഒരു പ്രതിഫലം ഇച്ഛിക്കുന്നു. ദൈവത്തിൽ നിന്ന് ആരംഭിച്ചതിന് മാത്രമേ ഉള്ളൂ പ്രതിഫലം ഇച്ഛിക്കാത്തത്. ദൈവത്തിൽ നിന്ന് ആരംഭിച്ചതിന് മാത്രമേ ദൈവത്തിന് പ്രതിഫലം കിട്ടൂ.
ദൈവം ആരംഭിച്ച കാര്യം എന്നിൽ ഫുൾഫില്ല് ചെയ്യുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജീവിതം. ദൈവം ആഗ്രഹിക്കുന്ന കാര്യം ദൈവത്തിൽ കൂടി എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനാണ് ഈ ലോകത്തിലെ ജീവിതത്തിൻ്റെ നിറവെന്ന് പറയുന്നത്. മനസ്സിലായോ? അറിയില്ല. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തണം. പൗലോസ് ന്യായപ്രമാണ പ്രകാരം നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കുക. നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? പലപ്പോഴും ഇവിടെ ശുശ്രൂഷിച്ചിട്ടുണ്ട്. ദൈവാത്മാവ് ഇങ്ങനെ മാറ്റുന്നു. ഇതിൽ നിന്നുകൊണ്ട് ഞാൻ ശുശ്രൂഷിക്കണമെന്നാണ് വിചാരിച്ചത്. എബ്രായിൽ നിന്ന് ജനിച്ച എബ്രായൻ, നിങ്ങൾക്കറിയാം, ഗോത്രക്കാരനല്ലേ? പ്രൈസ് ദി ലോർഡ്. ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച അനിന്യൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, എല്ലാ ക്വാളിഫിക്കേഷനും ഉണ്ട്. ഈ ക്വാളിഫിക്കേഷനുള്ള ഈ പൗലോസ് ദൈവം ഇടപെടുന്നല്ലേ? ദമാസ്കസിൻ്റെ പടിവാതിൽക്ക് വെച്ച്, ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി, ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ നിറവിന് വേണ്ടിയിട്ട് പൗലോസിനെ മാറ്റുക. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, പൗലോസിൻ്റെ മേൽ കൊടുത്ത കൃപയാണ് കർത്താവിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നത്. പൗലോസിൽ നിന്നുള്ളതെല്ലാം ചപ്പ് ചവറന്നെണ്ണി. പൗലോസിനുണ്ടായിരുന്ന എല്ലാ ക്വാളിഫിക്കേഷനും ചപ്പ് ചവറന്നെണ്ണി. എൻ്റെ അർത്ഥം, പൗലോസ് ഇവിടെ ശുശ്രൂഷിക്കുമ്പോൾ പൗലോസിൽ നിന്നൊന്നും ശുശ്രൂഷിച്ചിട്ടില്ല. പൗലോസ് ശുശ്രൂഷിച്ചത് മൊത്തം ദൈവത്തിൽ നിന്നാണ് ശുശ്രൂഷിച്ചതും അതിന് പ്രാപ്തരാക്കും ദൈവത്തിൻ്റെ കൃപയാണ്. അവിടെ എല്ലാം മഹത്വം കർത്താവിനാ. പൗലോസ് എന്തോ ചെയ്തു? കൃപയത്രേ, എന്നോട് കൂടെയുള്ള കൃപയത്രേ, ഹല്ലേലൂയ, എന്നെ അത് പ്രയത്നിക്കാൻ പ്രാപ്തരാക്കിയത്. നിങ്ങൾ ഇന്നും നിങ്ങളിൽ ആശ്രയിച്ചാൽ ജീവിക്കുന്നെങ്കിൽ കൃപയിലല്ല. നിങ്ങളുടെ പദ്ധതിയും നിങ്ങളിലുമാണ് നിങ്ങൾ ആശ്രയിച്ച് നല്ലവണ്ണം ഇവിടെ ജീവിക്കുന്നെങ്കിൽ കൃപയിലല്ല. ഓ, നിങ്ങൾ പരിശുദ്ധാത്മാവ് ഇതൊന്ന് വെളിപ്പെടുത്തട്ടെ. പ്രൈസ് ദി ലോർഡ്. കൃപയെന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് കഴിയാൻ പറ്റാത്ത കാര്യം ദൈവം നിങ്ങളെ കൂടി ചെയ്തെടുക്കുന്നതിനാണ് കൃപയെന്ന് പറയുന്നത്. നിങ്ങളെ കൊണ്ട് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യം കർത്താവ് ചെയ്തെടുക്കുന്നതിൻ്റെ പേരാ കൃപ. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് ഹൃദയം കലങ്ങാത്തേ? കൃപയാ നടത്തുന്നത് കൊണ്ടാണ് ഹൃദയം കലങ്ങാത്തേ. പ്രതികൂലത്തിന് നടുവിലും പോകുമ്പോഴും കൃപ കൂടെ ഉള്ളത് കൊണ്ടാണ് ഹൃദയം കലങ്ങാത്തത്. ഈ കൃപ പഴയ നിയമത്തിലില്ല, ചില വ്യക്തികൾക്കുണ്ട്. നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. എന്തിനു വേണ്ടി? ദൈവം വെച്ചിരിക്കുന്ന ദൗത്യത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. Glory to Lord. Glory to Lord. Hallelujah. നിങ്ങളുടെ ദൈവത്തോടെ അറിയാം, ഹൃദയം കലങ്ങുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും കൂടെ ഒന്നിച്ച് നടക്കത്തില്ല. ഹൃദയം കലങ്ങിയാൽ ഒരിക്കലും ദൈവത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഇല്ലെന്നതിൻ്റെ തെളിവാണ് ഹൃദയം കലങ്ങുന്നത്, അല്ലയോ? ആണോ? അനേകം വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൽ കൂടുതലായി വിശ്വസിക്കുന്നതിൻ്റെ തെളിവായിരിക്കും ഹൃദയം കലങ്ങിയിരിക്കുന്നത്. വാക്യമുണ്ടല്ലേ, ഹൃദയം കലങ്ങുന്നവർക്ക് യഹോവ. അപ്പോൾ സമീപസ്ഥനായിട്ട് മതിയോ അതോ അകത്തിരിക്കുന്ന യേശുവിനെയാണോ വേണ്ടി? ഹൃദയം കലക്കാൻ അനുവദിക്കാത്തൊരു യേശുവിനെയാണോ വേണ്ടി, അതോ സമീപത്ത് നിൽക്കുന്ന യേശുവിനെയാണോ വേണ്ടി? അത് എന്തുകൊണ്ടാണ് ശിഷ്യന്മാരുടെ ഹൃദയം കലങ്ങിയത്? അകത്തില്ലായിരുന്നു. ശിഷ്യന്മാരുടെ ഹൃദയം കലങ്ങാൻ കാരണം എന്താ? അകത്തില്ലായിരുന്നു യേശു. ഹല്ലേലൂയ. പുറത്ത് നിന്ന് പറയാൻ പറ്റുന്നുള്ളൂ. ആ പുറത്ത് നിന്ന് പറച്ചിൽ ശിഷ്യന്മാർക്ക് സ്വീകരിക്കാൻ തക്കതിന് വണ്ണം കൃപയില്ല. ശിഷ്യന്മാർ മാത്രം, ഞാനിതൊക്കെയാണ് ശിഷ്യന്മാർ ഇങ്ങനെ കൂടെ നയിക്കുക. യേശുവിന് ഒരുപാട് കാര്യം സംസാരിക്കുന്നുണ്ട്. ഈ സംസാരിക്കുന്നത് മനസ്സിലാക്കാൻ തക്കവണ്ണം അവരുടെ ഉള്ളിൽ കൃപയില്ല.
ആ കൃപ വന്നത് അവർ വീണ്ടും ജനിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിന് ശേഷം. അപ്പോൾ ഞാൻ ചോദിക്കുക, ഈ ലോകത്തിൽ ഞാൻ വലിയ പുള്ളിയാണെന്ന് പറഞ്ഞ് നടക്കുന്നവന് എങ്ങനെ കർത്താവിനെ പ്രസാദിപ്പിക്കാൻ പറ്റും? ശിഷ്യന്മാർക്ക് യേശു പറയുന്നത് മനസ്സിലാക്കാൻ കൃപ വേണമായിരുന്നു. മനസ്സിലാകാത്തടത്തൊക്കെ പരാജയപ്പെട്ടും പോയി അല്ലേ? അനേകരിന്ന് പരാജയപ്പെടുന്ന കാര്യം ദൈവവചനം പറയുന്ന മനസ്സിലാകുന്നില്ല, ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്ന മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് പരാജയമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് പോലെ നടക്കുന്നെങ്കിൽ ഒരിക്കലും പരാജയം സംഭവിക്കത്തില്ല. പരാജയം എൻ്റേതാ, ദൈവത്തിൻ്റെതല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എനിക്ക് മനസ്സിലാകാൻ പറ്റാത്തതാ പരാജയം. ഹല്ലേലൂയ. ദൈവിക ഗൈഡൻസ് സ്വീകരിപ്പാൻ ഞാൻ പ്രാപ്തനല്ലാതായിപ്പോയി. എനിക്ക് വേറെ ചില അജണ്ടകൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ പരാജയപ്പെടുന്നത്. ദൈവത്തിൻ്റെ അജണ്ടയിൽ നടക്കുന്ന നീ ഒരു പരാജയമല്ല. പ്രൈസ് ദി ലോർഡ്. Praise the Lord. Praise the Lord. Hallelujah. Praise the Lord. Glory to Lord. Glory, 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 glory. ദൈവത്തിൻ്റെ ആത്മാവ് ഇതിൻ്റെ അകത്ത് വ്യാപരിക്കുന്നു. കരങ്ങൾ തട്ടി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. യെസ്, പവർ ഓഫ് ഹോളി സ്പിരിറ്റിൻ്റെ അകത്ത് വ്യാപരിക്കുന്നു. റീവൽ ഖന മരകടകതിക സന്ധര. യെസ്, പകരപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി, അതിൻ്റെ ഗൈഡൻസ്, ഹല്ലേലൂയ, ഹൃദയത്തിൻ്റെ അകത്ത് ഇന്ന് വ്യാപരിക്കുന്നു. യെസ്. റോം സിഖൽ ആരകടക ശിഖൽ ഹരദക. ശിഖൽ ധാനാരകട. സംധാന അരകടക ശിഖൽ ഹരബടകടിയ ശിഖൽ അവരക. റോം ശിഖന അരദകടകദിയ സന്ദബ. നിന്റെ പ്രശ്നം കാരണം നീ ഹൃദയം കലങ്ങിയിരിക്കാനല്ല, പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ കഴിയാവുന്നതിൽ വിശ്വസിക്കുക. നിന്റെ പ്രശ്നത്തെ അതിജീവിക്കുവാൻ, ഹല്ലേലൂയ, ആ പ്രശ്നത്തെ ജയിച്ച യേശുവിനെ വിശ്വസിക്കുക. Praise the Lord. Praise the Lord. Hallelujah. ഇതിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ പോയി പഠിക്കുമ്പോഴാണ് അറിയുന്നത്, ഒരു വ്യക്തിക്ക് പാപം ചെയ്യാതിരിക്കണമെങ്കിൽ ദൈവത്തിൽ വിശ്വസിച്ചേ പറ്റൂ. ദൈവത്തിൽ വിശ്വസിക്കാതെ ഒരു വ്യക്തിക്ക് പാപം ചെയ്യാതിരിക്കാൻ ഒക്കത്തില്ല. എത്രമാത്രം അവൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു അത്രമാത്രമാണ് അവൻ പാപത്തെ ജയിക്കുന്നത്. കാരണം എന്താ? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഈ പാപത്തെ ജയിക്കാൻ എനിക്ക് മറിയാകും എന്ന് ഞാൻ വിശ്വസിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ജയിക്കാൻ പറ്റൂ. അതിന് ഓർത്തോണം, എൻ്റെ സ്വയ കഴിവ് കൊണ്ട് ഒരിക്കലും പാപത്തെ ജയിക്കാൻ പറ്റത്തില്ല. യേശുവിനെ കൂടാതെ എനിക്ക് പാപത്തെ ജയിക്കാൻ ഒക്കത്തില്ല. അപ്പം ഞാൻ എത്രമാത്രം യേശുവിൽ വിശ്വസിക്കുന്നു അതിൻ്റെതാ ഞാൻ പറഞ്ഞത്. അതിൻ്റെ മനസ്സ് വളരെ ഇമ്പോർട്ടൻ്റാണ്, മനസ്സൊരു മാത്രം. അപ്പോൾ എനിക്കിതിൻ്റെ അകത്ത് താല്പര്യമില്ലെങ്കിൽ യേശുവിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ഒരു ജീവിതം എനിക്ക് നയിക്കണമെന്ന് എനിക്ക് താല്പര്യമില്ലെങ്കിൽ ദൈവത്തിന് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല. Praise the Lord. Praise the Lord. Glory to Lord. Praise the Lord. Hallelujah. Praise the Lord.
ഗ്ലോറി ടു ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കുവാൻ ദൈവത്തിൽ വിശ്വസിക്കാത്തൊരു വ്യക്തിക്ക് പറ്റത്തില്ല. ഒരു ഫോട്ടോ വെച്ച് ആചാരമനുഷ്ഠാനം ചെയ്യുന്ന വ്യക്തിക്കോ വല്ലപ്പോഴും ഒക്കെ ചർച്ചയിൽ വരുന്ന, അല്ലെങ്കിൽ ചർച്ചയിൽ വരുന്ന ദൈവമായിട്ട് റിലേഷൻഷിപ്പ്, വിശ്വാസം എന്ന് പറയുന്ന ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പ്. നിങ്ങൾ പറ, ദൈവമായിട്ടുള്ള വിശ്വാസം ഏതെങ്കിലും പ്രവൃത്തി ചെയ്താൽ ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പ് നിൽക്കത്തില്ല. വിശ്വാസമാണ് ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പ് നിൽക്കുന്നത്. അത് പറഞ്ഞ് മനസ്സിലാക്കാം. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ ആണെന്ന് വിചാരിച്ചു. ഭർത്താവിൽ വിശ്വസിക്കാതെ, അല്ലെ ഭർത്താവിനെ സ്നേഹിക്കാതെ കുറേ കാര്യങ്ങൾ ചെയ്താൽ റിലേഷൻഷിപ്പ് ആകത്തില്ല. ഭർത്താവിനെ എത്രമാത്രം ട്രസ്റ്റ് ചെയ്യുന്നു, അവിടെ റിലേഷൻഷിപ്പ്. അല്ലെങ്കിൽ ഭാര്യയെ എത്രമാത്രം ട്രസ്റ്റ് ചെയ്യുന്നു, അവിടുന്ന് റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത്. അല്ലാതെ ഏതാനും ഭർത്താവിന് ഇഷ്ടമുള്ള കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് റിലേഷൻഷിപ്പ് ആകത്തില്ല. ആ വ്യക്തിയുമായുള്ള ബന്ധത്തിലാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ബന്ധം ദൈവവുമായിട്ടുണ്ടോ? ആ ബന്ധമാണ് നമ്മളെ വിശുദ്ധനാക്കുന്നത്. ഞാൻ ഏതാനും കാര്യങ്ങൾ ചെയ്താൽ എന്നെ വിശുദ്ധനാക്കത്തില്ല. പക്ഷെ ആ ബന്ധത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചില പ്രവൃത്തിയുണ്ട്, അതാ വിശുദ്ധി. അപ്പൊ ആ ബന്ധമാണ് അവരെ വിശുദ്ധരാക്കിയത്. ഏതാനും കൽപ്പന അനുസരിച്ചാൽ ആ ബന്ധമാകത്തില്ല. പക്ഷെങ്കിൽ ആ വ്യക്തിയുമായി പൂർണ്ണമായി ട്രസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് കൽപ്പനയനുസരണം. വിശ്വസിക്കാതുള്ള കൽപ്പനയനുസരണം ബന്ധമല്ല. അതുകൊണ്ടാണ് അനേകര് കൽപ്പന അനുസരിച്ച് ദൈവത്തിൻ്റെ നിന്ന് വല്ലതും പ്രാപിക്കാൻ, അത് ബന്ധമാണോ? ദൈവത്തിൻ്റെ നിന്ന് വല്ലതും പ്രാപിക്കാൻ കൽപ്പന അനുസരിക്കുന്നവർ ദൈവമായിട്ട് ബന്ധമില്ല. ദൈവവുമായിട്ട് ബന്ധമുള്ള വ്യക്തിയോട് കൽപ്പന അനുസരിക്കാൻ പറയണ്ട. ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയോട് കൽപ്പന അനുസരിക്കാൻ പറയണ്ട. എല്ലാ കൽപ്പന അനുസരണയും ദൈവത്തോടുള്ള വിശ്വാസത്തിലല്ല. അതിനെയെല്ലാം യേശു പറഞ്ഞിരിക്കുന്ന കപടഭക്തി എന്ന്. വല്ലതും കിട്ടാൻ വേണ്ടിയുള്ള കൽപ്പന അനുസരിച്ച് മൊത്തം കപടഭക്തി ഇട്ടാണ് യേശു പറയുന്നത്. നിങ്ങൾ ആചാരങ്ങളെല്ലാം, പക്ഷെ നിങ്ങളുടെ ഹൃദയം എന്നിൽ നിന്ന് ദൂരെ. അപ്പോൾ ഹൃദയം ദൂരെ ഇരുന്നുകൊണ്ട് കൽപ്പന അനുസരിക്കുക. ഹൃദയം ദൂരെ ഇരുന്നുകൊണ്ട് ഭർത്താവിനെ അഭിനയിച്ച് കാണിക്കുക, അല്ലേ? ഹൃദയം ദൂരെ ഇരുന്നുകൊണ്ട് ഭാര്യയെ അഭിനയിച്ച് കാണിക്കുക, പക്ഷെ ബന്ധമില്ല. ഹൃദയം ദൂരെ ഇരുന്നുകൊണ്ട് അനേകർ ദൈവത്തെ സേവിക്കുന്നു, പക്ഷെ ബന്ധമില്ല. ഹൃദയം അടുത്താണെങ്കിൽ കൽപ്പന അനുസരണം ഒരു വിഷയമേ ആണോ? ഭാരമാണോ? എന്താ ഞെരുങ്ങുന്നത്? എന്താ? ഹൃദയം എപ്പോഴും കർത്താവുമായിട്ട് ഒന്നിച്ച് വന്നിട്ടില്ല. ഹൃദയം ഒന്നിക്കാത്തവരെ പിടിച്ചിരുത്തി കൽപ്പന അനുസരിപ്പിക്കുന്ന പരിപാടിയല്ല സഭ. ഹൃദയം ഒന്നായി ചേർന്നോട് കൽപ്പന അനുസരിക്കാൻ പറയണ്ട, പ്രാർത്ഥിക്കാൻ പറയണ്ട, വചനം വായിക്കാൻ പറയണ്ട. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ്റെ ഹൃദയം കലങ്ങത്തില്ല. കാരണം അവൻ്റെ ഹൃദയം യേശുവിൻ്റെ ഹൃദയവും. കലങ്ങണമെങ്കിൽ യേശുവിൻ്റെ കരച്ചിലായിരിക്കും കലങ്ങുന്നത്. യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ തേങ്ങലായിരിക്കും നിന്റെ ഹൃദയത്തിൻ്റെ അകത്ത്, അല്ലാതെ നിന്റെ വിഷയത്തിൻ്റെ അല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൻ്റെ വിഷയത്തിൻ്റെ തേങ്ങലാ നിന്റെ അകത്ത്. ഹല്ലേലൂയ. ഞങ്ങൾ ചോദിക്കും, പാസ്റ്ററെ ഹൃദയം കലങ്ങുന്നു, യേശു കണ്ണുനീർ വാർത്തല്ലോ. യേശുവിൻ്റെ ഉള്ളം കലങ്ങി. ഞാൻ ചോദിക്കുന്നത്, യേശുവിൻ്റെ ഇഷ്ടത്തിൻ്റെ പൂർത്തീകരണത്തിനാണോ നിന്റെ ഹൃദയം കലങ്ങുന്നത്? അതോ നിന്റെ ജഡീകമായ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഹൃദയം കലങ്ങുന്നത്? അതോ പരിശുദ്ധാത്മാവ് നിന്റെ അകത്ത് വന്ന് നിന്നെ കൊണ്ട്
നിന്റെ ഹൃദയം യേശുവിൻ്റെ ഭാരത്താൽ, ആത്മഭാരത്താൽ നിറയുന്നതാണോ? നിന്റെ കരച്ചിൽ അപ്പൻ്റെ ഇഷ്ടത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി നിന്റെ അകത്തിരുന്ന് ഞെരുങ്ങുന്ന ആത്മാവ് ഞെരുങ്ങുന്നതാണോ നിന്റെ കരച്ചിൽ? ആ കരച്ചിലിൻ്റെ അകത്തൊരു സുഖമുണ്ട്. ആ കരച്ചിലിൻ്റെ അകത്തൊരു സുഖമുണ്ട്. കാരണം എന്താണെന്നറിയാമോ? അപ്പൻ്റെ ഇഷ്ടത്തിൻ്റെ പൂർത്തീകരണം ഏതാനും നിമിഷത്തിൻ്റെ അകത്ത് ഫുൾഫിൽ ചെയ്യാൻ പോകുന്നു. നിന്റെ ആ തേങ്ങലിൻ്റെ അകത്തൂടെ ദൈവത്തിൻ്റെ ഇഷ്ടം ഈ ഭൂമിയിൽ നടക്കാൻ പോകുന്നു. ദൈവത്തിന് ഈ ഭൂമിയിൽ ഒരു ശരീരമുള്ള, ദൈവം അധികാരം കൊടുത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ അകത്തിരുന്ന് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഞരങ്ങാൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആത്മാവാകുന്ന ദൈവത്തിന് ഞരങ്ങണമെങ്കിൽ നീയാകുന്ന ഒരു ശരീരം ആത്മാവിന് ആവശ്യമാണ്. യേശുവിനൊരു ശരീരം ഉണ്ടായിരുന്നപ്പോൾ യേശു ആത്മാവിൽ ഞരങ്ങി. ഇന്ന് യേശുവിൻ്റെ ശരീരം ഞാനും നീയുമാ. ഈ ശരീരത്തിൻ്റെ അകത്തിരുന്ന് യേശുവിന് ഞരങ്ങാൻ പറ്റുന്നുണ്ടോ? യേശു ശരീരം ധരിച്ച് ഇവിടെ വന്നപ്പോൾ യെരൂശലേമിനെ നോക്കി കരഞ്ഞു. യെരൂശലേമേ, യെരൂശലേമേ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചേർക്കുന്നത് പോലെ എത്ര വട്ടം നിന്നെ ചേർക്കുമായിരുന്നു, നിനക്കോ മനസ്സായില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതേ യേശു നിന്റെ അകത്ത് വന്നിരിക്കുന്നു ചില ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് കരയാൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. Lord, glory to Lord. ഒരു പക്ഷേ പറയും, പാസ്റ്റർ കരയുന്നതിനെതിരാണ്. നോ. എന്തിനു വേണ്ടിയാണ് കരയുന്നത്? നിന്റെ ജഡീയ ആവശ്യത്തിന് വേണ്ടിയിട്ടോ? അത് പൂർത്തീകരിക്കാനല്ലേ യേശു വന്നേ. നീ ഒന്നിനെ പറ്റിയും വിചാരപ്പെടരുത്. കാക്കയെ നോക്ക്, അത് കൊയ്യുന്നില്ല, കളപ്പുരയെ കൂട്ടി നിന്റെ അതിൻ്റെ കാര്യം ഞാൻ നോക്കുന്നെങ്കിൽ നിന്റെ എത്രമാത്രം നീ പിന്നെന്തിനാ കരയുന്നത്? നിന്റെ കാര്യം യേശു നോക്കാമെന്ന് പറഞ്ഞാൽ നീ എന്തിനു വേണ്ടിയാ കരയുന്നത്? ഇന്നും അതിനു വേണ്ടിയാ കരയുന്നെങ്കിൽ ജാതിയും നീയും തമ്മിൽ എന്താ വ്യത്യാസമെന്നാണ് ചോദിക്കുന്നത്. ഈ വകയൊക്കെ ജാതികൾ അന്വേഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്വർഗ്ഗസ്ഥനായ പിതാവോ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും മുന്നമേ അറിയുന്നു. ഹല്ലേലൂയ. നിങ്ങൾ അതിനെ ചൊല്ലി വിചാരപ്പെടരുത്. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, എന്നാൽ ഇതെല്ലാം നിന്നെ പിൻപറ്റും. നമ്മുടെ ജഡീകമായ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ആ ദൈവത്തെ പിൻപറ്റുന്നതെങ്കിൽ ദൈവരാജ്യത്തിന് വേണ്ടി ആര് പ്രയത്നിക്കും? ജാതികൾ തങ്ങളുടെ ജഡീയ ഇഷ്ടത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കൊടുക്കുന്നുണ്ട്. എന്തൊടുക്കും, എന്ത് തിന്നുമെന്നും നീ വിചാരപ്പെടരുത്. അത് ജാതികൾ അന്വേഷിക്കുന്നു. ഇതെല്ലാം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. നീ മുൻപേ എൻ്റെ രാജ്യം അന്വേഷിക്കേ. എൻ്റെ രാജ്യത്തിൻ്റെ നീതി, ഹല്ലേലൂയ, ഈ ദേശത്ത് വെളിപ്പെടുത്താനാണ് നിന്നെ എന്നെ വിളിച്ചിരിക്കുന്നത്. എൻ്റെ രാജ്യത്തിൻ്റെ നീതി എന്തെന്ന് തിരിച്ചറിയാൻ, മറ്റുള്ളവർ വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ നിന്നെ വിളിച്ചിരിക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ വക്താക്കളായ നമ്മൾ എന്ത് തിന്നും എന്ത് ഉടുക്കുമെന്നും പറഞ്ഞായിരിക്കുന്നെങ്കിൽ ജാതിയും നമ്മൾ തമ്മിൽ എന്താ വ്യത്യാസം? യേശു ഭയങ്കരമായിട്ട് വാൺ ചെയ്ത കാര്യമാണ്. ജാതികൾ അന്വേഷിക്കുന്നു. ജാതികളെപ്പോൾ നിങ്ങൾ ജൽപ്പനം ചെയ്യരുത്. ജൽപ്പനം ചെയ്യരുത്. യേശു പറഞ്ഞതാ. പ്രൈസ് ദി ലോർഡ്. ജാതികളെപ്പോൾ നിങ്ങൾ ജൽപ്പനം ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വാക്ക് പറഞ്ഞവനിൽ വിശ്വസിക്കുക. ഹൃദയം കലങ്ങുന്നത് ദൈവാത്മാവ് നിന്റെ അകത്ത് വന്ന്
ദൈവഹിത പ്രകാരമാണോ നിന്റെ ഹൃദയം കലങ്ങുന്നത്? ദൈവത്തിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടാണോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ലോർഡ്. ഞാനിത് ഈ ഒന്നാമത്തെ വാക്യത്തിൽ അങ്ങ് നിൽക്കുക. അതിൽ നിന്ന് താഴോട്ട് വരണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതൊക്കെ ആത്മാവ് 2 തെസ്സലോനിക്കർ 1, 2 തെസ്സലോനിക്കൻ, 2 തെസ്സലോനിയൻസ് 2:11 and 12. 2 തെസ്സലോനിക്കർ 1-ാം അധ്യായം 11-12. അതുകൊണ്ട് പൗലോസ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുക കേട്ടോ. ഞങ്ങൾ നമ്മുടെ ദൈവത്തിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും കൃപയാൽ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമം നിങ്ങളിലും നിങ്ങൾ അവനിലും മഹത്വപ്പെടണം. നോക്കി, എന്തൊരു കോളിങ്ങാണ്. നോക്കി, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം നിങ്ങളിലും നിങ്ങൾ അവനിലും മഹത്വം എടുക്കണം. എങ്ങനെ? കൃപയാലേ പറ്റൂ. ഞാൻ ചോദിക്കുന്നത്, എത്ര ക്രിസ്ത്യാനിയാ അറിയാം ഇതിനു വേണ്ടിയിട്ടാണ് നമ്മളെ വിളിയെന്ന്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം നമ്മളിലും നമ്മൾ ക്രിസ്തുവിലും മഹത്വപ്പെടാൻ വേണ്ടിയിട്ടാണ് വിളി എന്നുള്ളത് എത്ര പേർക്കറിയാം? ഇവിടെ കിടന്ന് ഉപവാസം ഇരിക്കുകയും 21 ഇരിക്കുകയും ചെയ്യുന്നത് വല്ലതും അത് കിട്ടണം, ഇത് കിട്ടണം, അത് കിട്ടണം, കൊച്ചിൻ്റെ അത് നടക്കണം, ഇത് നടക്കണം, അല്ലേ? ഇതിനു വേണ്ടിയിട്ടാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം നമ്മളിലും നമ്മൾ യേശുവിലും മഹത്വപ്പെടാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും അത്ഭുതത്തോടെ എന്നെ നോക്കുന്നു, അതിലോട്ട് നോക്കുന്നു. നോക്കിയേ, therefore also we pray always for you. Always. നോക്കിയേ, നമ്മളെന്തിനാണ് വിചാരിച്ചോണ്ടിരിക്കുന്നത്? അവനൊരു വിടുതൽ വേണമെന്ന് പറഞ്ഞ് ഓൾവേസ് പ്രെയർ അല്ലേ? പിന്നെ ഇത് ഈ ലെവലിലേക്ക് എന്ന് ചെല്ലും പ്രെയർ? തുടങ്ങിയപ്പോൾ തൊട്ട് പ്രാർത്ഥന പറയുന്നത് അവൻ അത് കൊടുക്കണം, ഇത് കൊടുക്കണമെന്നാ. ഈ ലെവലിലേക്ക് ഇന്ന് പ്രാർത്ഥിക്കും മരിച്ചു കഴിഞ്ഞിട്ടോ. That our God would count you worthy of this calling. ഈ കോളിങ്ങിലേക്ക്, ഏത് കോളിങ്? ഏതാ? എന്തോ കോളിങ്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം നമ്മളിലും നിങ്ങൾ യേശുവിലും മഹത്വപ്പെടണം. ഇതാ കോളിങ്. അപ്പോൾ ദൈവം ഇതെല്ലാം വിളിച്ചെന്തിനാ? യേശുവിൻ്റെ നാമം അവനിൽ മഹത്വപ്പെടണം, അവൻ യേശുവിൽ മഹത്വപ്പെടണം. അതിന് വേണ്ടിയിട്ടല്ലേ? ആർക്കും ഒരു അനക്കമില്ല. നോക്കിയേ, our God would count you worthy of this calling and fulfill all the good treasure of his goodness. നോക്കിയേ, and the work of faith with power. വിശ്വാസത്തിൽ പ്രവർത്തിക്കാത്ത ദൈവത്തിൻ്റെ ശക്തിയുള്ളൂ. ഞാനതാ പറഞ്ഞ, വിശ്വാസത്തിലല്ലാതെ. വിശ്വസിക്കുമ്പോൾ മാത്രം ദൈവശക്തി ഇറങ്ങും. ഞാൻ പ്രവർത്തിക്കുമ്പോൾ ദൈവശക്തി ഇല്ല, ഞാൻ വിശ്വസിക്കുമ്പോൾ ദൈവശക്തിയുണ്ട്. വിശ്വസിച്ച് ആക്ട് ചെയ്യുമ്പോൾ വിശ്വാസത്തിലെ പ്രവൃത്തി എന്ന് എഴുതിയേക്കുന്നത്. നോക്കിയേ, വർക്ക് ഓഫ് ഫെയ്ത്ത്. വർക്ക് ഓഫ് ഫെയ്ത്തും വർക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. വർക്ക് ദൈവത്തിലുള്ള വിശ്വാസത്തിലല്ല. വർക്ക് ഓഫ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ദൈവത്തിലുള്ള വിശ്വാസത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തിലുള്ള വിശ്വാസത്തിലുള്ള വർക്കിന് എന്തുകൊണ്ട്? പവറുണ്ട്. വെറും പ്രവൃത്തിക്ക് എന്തുകൊണ്ട്? ഇല്ല, പവറില്ല. വെറും പ്രവൃത്തി നമ്മുടെ പവർ കൊണ്ടാണ് ചെയ്യുമ്പോൾ, വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ദൈവത്തിൻ്റെ പവർ കൊണ്ടാണ് ചെയ്യുന്നത്. കാരണം എന്താ? ഞാനും ദൈവമായിട്ട് കണക്ട് ചെയ്യുന്നത് വിശ്വാസത്തിലാണ്. ദൈവത്തിൽ വിശ്വസിച്ച്, ദൈവം പറഞ്ഞ കാര്യം വിശ്വസിച്ച് ഞാൻ പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ പവറുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കാതെ, എൻ്റെ നല്ല പ്രവർത്തിക്കാതെ ദൈവത്തിൻ്റെ പവറില്ല. ഉണ്ടോ? പവർ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഗ്രേസാണ്. അപ്പോൾ വിശ്വാസത്തിൻ്റെ പ്രവർത്തിക്കാത്ത ദൈവത്തിൻ്റെ ഗ്രേസ് ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇനി ഈ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ഹൃദയം കലങ്ങുന്നതിനെ കൊണ്ട് പറ്റുമോ? ഹൃദയം കലങ്ങിയവൻ വിശ്വാസത്തിൻ്റെ വാക്കാന്ന് പറയും. ഹൃദയം കലങ്ങിയവൻ എങ്ങനെ ആയിരിക്കും പറയുന്നത്? ഓ, ഞാൻ വരുന്നില്ലെന്ന് ചർച്ച, ഒരു സൗഖ്യവും ഇല്ല, പിന്നെ എന്തിനാ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയത്തിൽ
ഇവിടെ ഇങ്ങനെ ഇരിക്കും ഇല്ലേ? കലങ്ങിയിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന കലങ്ങി, അയ്യോ അവനങ്ങ് കലക്കല കേട്ടോ, ദൈവം വിടുവിക്കട്ടെ. ദൈവം എങ്ങനെ വിടുവിക്കുന്നത്? കലങ്ങിയിരിക്കുന്നവരെ പവർ എങ്ങനെയാണ് വരുന്നത്? ശക്തി എങ്ങനെയാണ് വരുന്നത്? നമ്മൾ വിചാരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തന്നത് നമ്മളിങ്ങനെ കലങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് യേശു ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് പരിശുദ്ധാത്മാവിൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെ, സുബോധത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ആത്മാവിനെ തന്നെ. എന്തിനാ പറഞ്ഞത്? കലങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നോക്കി, ഗുഡ് പ്ലഷർ എന്ന് പറഞ്ഞാൽ നമ്മളിൽ കൂടി വെളിപ്പെടേണ്ടുന്ന നന്മ വെളിപ്പെടണമെങ്കിൽ ഞാൻ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയിൽ കൂടിയേ പറ്റൂ. കാരണം എനിക്ക് സ്വയമായിട്ട് നന്മയിൽ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഞാൻ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പവറാണ് എന്നിൽ കൂടി ആ നന്മ വെളിപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയത്തില്ല ഞാൻ ഈ ഒറ്റ വാക്കി പറഞ്ഞപ്പോൾ. എല്ലാവർക്കും ഗ്രഹിച്ചോ? ഞാനൊരു നല്ല പ്രവൃത്തി ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പവർ വേണം. അത് ഞാൻ വിശ്വസിച്ച് പ്രവർത്തിച്ചെങ്കിലേ ദൈവത്തിൻ്റെ പവർ കിട്ടും. ഇവിടെ ഞാൻ ചോദിക്കും, ഞാൻ വിശ്വസിച്ച് പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഗുഡ്നസ്, ദൈവത്തിൻ്റെ പവർ പ്രവർത്തിക്കുമ്പോൾ എനിക്കെന്ത് പുകഴ്ച? ഞാനത് ചെയ്ത് കഴിഞ്ഞപ്പോൾ, ആ ഗുഡ്നസ് ചെയ്ത് കഴിയുമ്പോൾ മഹത്വം ആർക്ക്? അപ്പം എന്നിൽ ആരുടെ നാമം മൊത്തം എടുത്തു? ആർക്കും ഒരു അനക്കമില്ല. അപ്പോൾ എന്നിൽ ആരുടെ നാമം മൊത്തം എടുത്തു? അപ്പം ഞാൻ വിശ്വസിച്ചല്ല പ്രവർത്തിച്ചെങ്കിൽ ആര് മൊത്തം എടുക്കും? ഞാനല്ലേ? വിശ്വസിക്കാത്തതല്ല എൻ്റെ കഴിവുകൊണ്ടാണ് ചെയ്യുന്നത്, വിശ്വസിക്കുന്നത് ദൈവത്തിൻ്റെ കഴിവുകൊണ്ടാണ്. അപ്പോൾ അസാധ്യമായ കാര്യമായിരിക്കും വിശ്വസിച്ച് ചെയ്യുന്നത് അല്ലേ? ഞാനെന്തിനാ എനിക്ക് കഴിവുകൊണ്ട് എൻ്റെ കഴിവിൽ വിശ്വസിച്ചാണെങ്കിൽ എനിക്ക് ചെയ്യാവുന്ന കാര്യമായിരിക്കും അല്ലേ? പക്ഷെ വിശ്വസിച്ച് ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യാവുന്ന കാര്യമാണോ? ആർക്കും ഒരു അനക്കമില്ല. നമ്മൾ വിശ്വാസി എന്നൊക്കെ പേരുണ്ട്, പക്ഷേ വിശ്വാസിച്ച് ഒരൊറ്റ കാര്യം പോലും ചെയ്യത്തില്ല. അതുകൊണ്ട് എന്തോ ഇല്ല, ദൈവത്തിൻ്റെ പവറും ഇല്ല, ദൈവത്തിൻ്റെ ഇഷ്ടവും ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? അൺമെറിറ്റഡ് ഫേവർ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ചെയ്യാത്ത കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? അർഹിക്കാത്തതല്ലേ അല്ലേ? അതിനെന്തോ ചെയ്താലേ പറ്റുള്ളൂ. കൃപയ്ക്ക് എന്തോ കൃപ എങ്ങനെ വെളിപ്പെടുത്തും? വിശ്വാസത്തിൽ കൂടെ അല്ലാതെ കൃപ വെളിപ്പെടുത്തില്ല. വെളിവോ? രക്ഷ സകല മനുഷ്യർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. ആര് വിശ്വസിക്കുന്നു അവന് വേണ്ടിയിട്ട് ദൈവശക്തി വ്യാപരിക്കത്തുള്ളൂ. അങ്ങനെ ബൈബിൾ പഠിക്കുന്നത് അല്ലേ? രക്ഷയ്ക്കായിട്ടുള്ള ദൈവശക്തി അവനിൽ വ്യാപരിക്കണമെന്നുണ്ടെങ്കിൽ അവൻ വിശ്വസിച്ചാലേ പറ്റുള്ളൂ. എന്ന പോലെ തന്നെ ദൈവത്തിൻ്റെ ഗുഡ്നസ് എന്നിൽ നിന്ന് വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിച്ച് പ്രവർത്തിച്ചാലേ പറ്റൂ. അപ്പോൾ നമ്മൾ വിചാരിക്കും, കർത്താവേ നിനക്കറിയാമല്ലോ എന്നെക്കൊണ്ട് ഇത് കഴിവില്ലെന്നുള്ളത്. അവസാനം വരെ, മരിക്കുന്നിടം വരെ ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. കർത്താവേ നിനക്കറിയാമല്ലോ എന്നെ കഴുകണം, നിനക്കറിയാമല്ലോ എനിക്ക് എന്നെക്കൊണ്ട് ഇത് കഴിവില്ലെന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചു ഒരു വ്യക്തി പോലും മരിക്കുന്നതിന് മുമ്പ് അത് ഫുൾഫിൽ ചെയ്യത്തില്ല. ഞാൻ ഏഴേം പുഴുവാന്ന് നിനക്കറിയാമല്ലോ. ഏഴേം പുഴുവായ നിന്നെ ദൈവത്തിൻ്റെ ജീവൻ തന്ന് വീണ്ടെടുത്തത് ഏഴേം പുഴുവായിട്ടിരിക്കാനല്ല, ദൈവം ആഗ്രഹിക്കുന്ന പ്രവൃത്തി നിന്നിൽ കൂടി വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ദൈവം ആഗ്രഹിക്കുന്ന ഗുഡ്നസ് നിനക്ക് വെളിപ്പെടണമെങ്കിൽ നീ ദൈവം ആഗ്രഹിക്കുന്നതിൽ വിശ്വസിച്ച് അത് ചെയ്തെങ്കിലേ പറ്റൂ. അത് ചിലപ്പോൾ നിന്റെ ജഡത്തിന് പറ്റത്തില്ല. ജഡത്തിന് ഭയങ്കര കഷ്ടതയാണ്. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് വിശ്വാസത്തിൽ ചെയ്യണമെങ്കിൽ ജഡത്തിന് ഭയങ്കര കഷ്ടതയാണ്. പക്ഷെങ്കിൽ അത് വിശ്വസിച്ച് ചെയ്യാനുള്ള പവർ നിന്റെ അകത്തല്ല, ദൈവമാണ് തരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ കഷ്ടത നീ ഓവർകം ചെയ്യുന്നത് ഈ പവർ കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. കോളിങ് ഭയങ്കര അല്ലേ? നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന കോളിങ് എന്തോ ഇല്ല, കുഴപ്പമില്ലാതെ നമുക്ക് ജീവിക്കണം. പിന്നെ കർത്താവ് വരുന്നതിന് മുമ്പ് ഇച്ചിരി നേരത്തെ അറിഞ്ഞായിരുന്നെങ്കിൽ 3 ദിവസം ഉപവാസം എടുത്തിട്ട് കർത്താവ് വരുന്ന ഒരുങ്ങായിരുന്നല്ലേ? ഇല്ലയോ? കാരണം അത്രയും നാൾ ജീവിച്ചതിൻ്റെ എല്ലാം ഒരു സ്വസ്ഥത വരുത്തി ഒരു 3 ദിവസം കർത്താവെ മാപ്പ് തരണമെന്നും പറഞ്ഞ് 3 ദിവസം പട്ടിണി ഇരുന്നാൽ കർത്താവ് വരുമ്പം ഞാൻ ശുദ്ധനായി തീരും. അങ്ങനെ ഇല്ലേ?
ആർക്കും ഒരു അനക്കവും ഇല്ല. പ്രൈസ് ഈ 2020 തീരാൻ നേരം പാസ്റ്റർ ഇങ്ങനെ വേണമെന്നായിരിക്കും. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇത് തുടർമാനമായി വെളിപ്പെടേണ്ട ഒരു കാര്യം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കോളിങ് യേശുവിൻ്റെ നാമം എന്നിലും ഞാൻ ക്രിസ്തുവിലും മഹത്വപ്പെടാനുള്ള കോളിങ്ങാണ്. ആദ്യമായിട്ട് കേൾക്കുന്നവർ കാണും ഇതാ കോളിങ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഓരോ ആക്റ്റും ഈ കോളിങ്ങിലേക്കാണ് വിളി. അതാ പറഞ്ഞിരിക്കുന്നത്, We pray always for you that our God would count you worthy of this calling and fulfill all the good treasure of His goodness and the work of faith with power. കാരണം ഇത് തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ആ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ ട്രാൻസ്ലേഷൻ അല്ല ഇത്. ഇതിൻ്റെ ട്രാൻസ്ലേഷൻ 12 പോകും. ഓക്കെ, അതുകൊണ്ട് ഞങ്ങൾക്ക് നമ്മുടെ ദൈവത്തിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയാൽ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമം നിങ്ങളിലും. കൃപയാലാണ്, നോക്കിയാൽ നമ്മുടെ കഴിവുകൊണ്ടല്ല, കൃപയാൽ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമം നിങ്ങളിൽ, നിങ്ങൾ അവനിൽ മഹത്വപ്പെടേണ്ടതിന്. അടുത്ത വായന എടുത്താട്ട് നേരെ അറിയാം ഇത് തിരിച്ച് അങ്ങോട്ട് വരുന്നത്. ഓക്കെ, നമ്മുടെ ദൈവം നിങ്ങളെ തൻ്റെ വിളിക്ക് യോഗ്യരായി എണ്ണി സൽഗുണത്തിലുള്ള സകല താല്പര്യവും വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയും ശക്തിയോടെ പൂർണ്ണമാക്കി തരണമെന്ന് നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നു. നോക്കിയേ, ഏത് ദൈവദാസൻ സഭയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും? പ്രാർത്ഥിക്കാൻ ദൈവദാസനെ സമ്മതിക്കത്തില്ല. കാരണം എന്താ? പ്രശ്നം മൊത്തം ഇതിനു വേണ്ടിയിട്ടാണ്. ഇതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ സമ്മതിക്കുമോ? നിന്റെ നാമം എന്നിലും ഞാൻ നിന്നിലും മഹത്വപ്പെടുത്താം, പാസ്റ്ററെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ ആരാ വരുന്നത് പ്രാർത്ഥിക്കാൻ? ഫോണിൽ വിളിച്ച് പറയുന്ന ആരാ? ഈ മനുഷ്യൻ ജയിലിൽ കിടക്കുമ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? നോക്കിയേ, യേശുവിൻ്റെ ഹൃദയം പൗലോസിൻ്റെ അകത്തുണ്ട്. അപ്പോൾ താൻ ലേഖനം എഴുതുമ്പോൾ എഴുതുന്ന എപ്പിസിൽ വായിക്കുന്നവരുടെ ഉള്ളിൽ വെളിപ്പെടണം. അപ്പോൾ അദ്ദേഹം ജയിലിൽ കിടന്ന് എഴുതുമ്പോൾ ആ വ്യക്തികളെ കാണുകയാണ്. യേശുവിൻ്റെ നാമം അവനിലും അവൻ ക്രിസ്തുവിലും മഹത്വം എടുക്കണം. ആ കോളിങ് ഇവന് നിറവേറപ്പെടണം. ദൈവത്തിൻ്റെ ആ ഗുഡ്നെസ് ഇവന് കൂടി വെളിപ്പെടണം. ഹല്ലേലൂയ. അവനതിന് കഴിവില്ല, കൃപയാ. പ്രൈസ് ദി ലോർഡ്. ആ കൃപയിൽ അവൻ വിശ്വസിച്ച് പ്രവർത്തിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ കഴിവല്ല, ദൈവത്തിലുള്ള കഴിവിൽ വിശ്വസിച്ച് പ്രവർത്തിക്കണം. ഹല്ലേലൂയ. ദൈവം പറഞ്ഞ കാര്യം. ഹല്ലേലൂയ. അല്ലാതെ നിന്റെ ഇഷ്ടം, നീ സകലതും കഴിയുന്നവൻ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. എങ്ങനെ നടക്കും? പറ. എൻ്റെ സഹകരണമില്ലാതെ എങ്ങനെ നടക്കും? ഇനിയിപ്പോൾ 100 പ്രാവശ്യമല്ല, 1000 വട്ടം നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമെന്ന് പ്രാർത്ഥിച്ചാൽ നടക്കുന്ന കാര്യമല്ല. നീ കരഞ്ഞ് പ്രാർത്ഥിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലും നടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. എക്സാമ്പിൾ ഞാൻ പറഞ്ഞു നിർത്താം. നോഹ ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കുക, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലായിരിക്കണം, നീ അങ്ങ് പണിതോ കർത്താവേ. ഞാൻ 7 പുഴുവാ, നീ അങ്ങ് പണിഞ്ഞോ കർത്താവേ. ഇങ്ങനെ പലരുടെയും പ്രാർത്ഥന ഇപ്പോൾ. പ്രൈസ് ദി ലോർഡ്. നീ 7 പുഴുവാ, എനിക്കറിയാമല്ലോ, ഞാൻ ബലഹീനൻ, യോഗ്യതയില്ലാത്തവൻ, പൊടിയോളം താഴ്ത്തുന്നു, നീ അങ്ങ് പണിഞ്ഞോക്ക. വരുമായിരുന്നോ? ആർക്കുണ്ടാവുമോ? ഇന്ന് അനേകരുടെ പ്രാർത്ഥന ഇതാ അല്ലേ? അബ്രഹാമാണ് എന്താ പ്രാർത്ഥിച്ചേനെ? നീ എല്ലാം അറിയുന്നു, എൻ്റെ ബലഹീനത നീ അറിയുന്നു കർത്താവ്. നീ തന്നു, യഹോവ തന്നു, യഹോവ എടുത്തു, നീ തന്നെ അങ്ങ് ഞാൻ കഴിച്ചോ കർത്താവേ, സ്വത്രം, എനിക്ക് യാതൊരു പ്രശ്നമില്ല, എടുത്തു. വിശ്വാസത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് അതല്ല. അനേകരുടെ പ്രാർത്ഥന ഇതല്ലേ? ദൈവത്തിന് മറുപടി അയക്കാൻ പറ്റുന്നില്ല. കാരണം അബ്രഹാം പ്രാർത്ഥിക്കുക, കർത്താവേ നീ എല്ലാം അറിയുന്നു, നീ അവനെ അങ്ങ് എടുത്തു. പക്ഷെ അതല്ല പറഞ്ഞത്, നീ വെട്ടണമെന്നാ പറഞ്ഞത്, നീ യാഗം കഴിക്കണമെന്നാ പറഞ്ഞത്. വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ് യാഗം കഴിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താ? അബ്രഹാമിന് അറിയാം ഞാൻ ആരെയാ സേവിക്കുന്നതെന്ന്. ഹല്ലേലൂയ. ഞാൻ ആ വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്താൽ അതിനെ മഹത്വമാക്കി തീർക്കുന്ന ഒരു കർത്താവ്, ആ പ്രവൃത്തിയെ ദൈവത്തിന് മഹത്വമാക്കി തീർക്കുന്ന ഒരു കർത്താവുണ്ട്. ദൈവത്തിന് മാത്രമല്ല മഹത്വം, അത് ചെയ്ത അബ്രഹാമിനും അത് മഹത്വമാണ്. ഹല്ലേലൂയ. ദൈവം അബ്രഹാമിനെ കാണിച്ചുകൊണ്ട് പറയും, കണ്ടോ എൻ്റെ ദാസനെ കണ്ടോ, അവനാ എൻ്റെ മഹത്വം. ഞാൻ പറയുന്നതിനപ്പുറം അവനില്ല.
ഞാൻ കൊടുക്കുന്ന ദാനമല്ല അവന് വിഷയം, ഞാനാ അവന് വിഷയം. അങ്ങനെ നിൽക്കുന്നവന് അവനാ എൻ്റെ മഹത്വം. അവൻ്റെ മകൻ തകർന്നു പോകാൻ ഞാൻ അനുവദിക്കത്തില്ല. മരിച്ചവനിൽ നിന്ന് ഉയർപ്പിനേൽപ്പിനതുപോലെ ഇസ്ഹാക്കിനെ അവന് മടക്കി കിട്ടി. അബ്രഹാം യഹോവയുടെ നാമം മഹത്വപ്പെടുത്തപ്പോൾ അബ്രഹാം യഹോവയിലും മഹത്വപ്പെടുത്തു. ഊത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കലങ്ങിയാൽ നടക്കുന്ന കാര്യമില്ല. അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കും, എന്നാ പിന്നെ ദൈവത്തിൻ്റെ കൈ നീങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് 21 ദിവസം പ്രാർത്ഥന എന്തിനാ? ദൈവത്തിൻ്റെ ഇഷ്ടത്തിനെതിരായിട്ടല്ലേ? ഇവിടെ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റും. അബ്രഹാം പോയി കത്തി ഓങ്ങാതെ ദൈവത്തിന് എങ്ങനെ അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റും? കത്തി ഓങ്ങുന്ന നിനക്ക് വേണ്ടിയിട്ടാ ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടുന്നത്. കത്തിയോങ്ങുന്ന നിനക്ക് വേണ്ടിയിട്ട് ദൈവത്തിന്റെ കരുതൽ. അവിടെ കിടക്കുന്ന ഒരു ആട്ടിൻകൂട്ടൻ, യാഗത്തിന് വേണ്ടുന്ന ആട്ടിൻകൂട്ടൻ, ഹല്ലേലൂയ, നിനക്ക് വേണ്ടിയുള്ള കരുതൽ വെളിപ്പെടുന്നത് വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്യുന്ന നിനക്ക് വേണ്ടി. ഹല്ലേലൂയ, യെസ്. ഞാനതാ ചിലപ്പോൾ അതിനെപ്പറ്റി ഞാനിങ്ങനെ ധ്യാനിക്കാറുണ്ട്. മലയിലോട്ട് കയറി പോകുന്നതിന് മുമ്പ് താഴെ നിന്നിട്ട് വലിയ നിങ്ങളിവിടെ നിൽക്കുക, ഞാനും മോനും കൂടെ പോയിട്ട് യാഗം കഴിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ മടങ്ങി വരാമെന്ന്. വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയുണ്ടോ? മറ്റേ ആയിരുന്നേ പറഞ്ഞു പോയിട്ട് വരാൻ കേട്ടോ. ഇങ്ങനെയൊക്കെയാ ചിലർ പ്രസംഗിക്കുന്നത്. അബ്രഹാം ഇങ്ങനെ നിലത്ത് വാളയിൽ മുട്ടിക്കരഞ്ഞു. ആ കരച്ചിൽ കണ്ട ദൈവം ഇല്ല. അബ്രഹാമിന്റെ ടെസ്റ്റ് ആയിരുന്നു അത്. എത്രമാത്രം എന്നിൽ വിശ്വസിക്കുന്നു എന്നുള്ളത്. ഇവൻ കരയുമോ അതോ പൂർണ്ണ ഹൃദയത്തോടെ ഹല്ലേലൂയ ഞാൻ പറഞ്ഞ കാര്യം ചെയ്യുമോ? ഹല്ലേലൂയ. അവിടെ അബ്രഹാം കലങ്ങിയായിരുന്നെങ്കിൽ ആ പൂർണ്ണതയുണ്ടോ? ഇന്ന് അനേകർ യാഗം കഴിക്കുന്നത് കലങ്ങിക്കൊണ്ടല്ലേ? ഓ, ദൈവാത്മാവ് എന്തൊക്കെയോ പറയുന്നു, ഇതിൻ്റെ അകത്തൊക്കെ നിങ്ങൾക്ക് ദൂതുണ്ട്. ഇന്ന് അനേകർ യാഗം കഴിക്കുന്ന കലങ്ങിക്കൊണ്ടാ. കർത്താവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമൊക്കെ പോ. യേശു അതല്ല പറഞ്ഞത്. യേശു അത് പോകാൻ വേണ്ടിയിട്ടാണ്. കഴിയുമെങ്കിൽ പാനപാത്രം പോകാൻ പറഞ്ഞത്. യേശു പറഞ്ഞ പാനപാത്രം അതല്ല. പിതാവും യേശുവുമായിട്ട് ബന്ധം പിടിപ്പിക്കുന്നു. ആ ബന്ധം വിടാതെ വേറൊരു മാർഗം ഉണ്ടോ എന്നാണ് ചോദിച്ചത്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ കൈവിട്ടത് എലോഹി എലോഹി രാമാശമക്താനി. അത് കാരണം പിതാവുമായിട്ട് ഒട്ടിച്ചേർന്നിരിക്കുന്ന യേശുവിനെ ഒരു നിമിഷത്തേക്ക് വേർവിടുക എന്ന് പറയുന്നത് അതിൻ്റെ വേദനയല്ല. അല്ലാതെ കാൽവറി മരണം യേശുവിന് ഒരു വിഷയമേ അല്ലായിരുന്നു. പിതാവുമായിട്ട് ഒരു നിമിഷം ഞാൻ നീ ഒന്ന് വേർപെടാതെ വേറൊരു മാർഗമുണ്ടോ ഇതിന്? പിതാവ് പറഞ്ഞില്ല. കാരണം തൻ്റെ മക്കളുടെ പൂർണ്ണ ശിക്ഷ ഒരുത്തൻ ഏറ്റെടുത്തലേ പറ്റൂ. കാരണം എൻ്റെ നീതി, ഞാൻ ഒരേ സമയം നീതിമാനും സ്നേഹവാനുമാണ്. എൻ്റെ ജനത്തെ ഞാൻ സ്നേഹിക്കുന്നു. പക്ഷെങ്കിൽ നീതി നടപ്പാക്കണം. അതിനെ ദൈവം തന്നെ തൻ്റെ മകനായി തീർന്നു. ആ നീതി ദൈവം വെളിപ്പെടുത്തി. ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ നീതിക്ക് എക്സ്ക്യൂസ് അല്ല. യേശുവിൽ കൂടിയാണ് ദൈവത്തിൻ്റെ നീതിയും സ്നേഹവും ഒരുമിച്ച് വെളിപ്പെടുത്തിയത്. കാരണം പാപത്തിൻ്റെ ശമ്പളമായ ശിക്ഷ കൊടുക്കുകയും അതേപോലെ സ്നേഹം വെളിപ്പെടുത്തുകയും ചെയ്തു. Praise the Lord. Praise the Lord. Glory to Lord. Glory. പിതാവിൻ്റെ ഇഷ്ടം പൂർത്തീകരിക്കുമ്പോഴാ യേശു മഹത്വപ്പെടുത്താന്നോ? ആണോ? കാരണം കഷ്ടതയുണ്ടല്ലേ? അതേ ദൗത്യം നമുക്കുണ്ട്. അവിടെ
പിതാവ് നമ്മളെ മഹത്വം എടുക്കണം. ഞാൻ മഹത്വം എടുക്കാൻ എന്ന സുഖം ഉണ്ടായിരുന്നു, പക്ഷേങ്കിൽ പിതാവ് നമ്മളെ മഹത്വം എടുക്കണം. ഞാൻ പിതാവിലും യേശുവിൽ മഹത്വം എടുക്കണം. ദൈവത്തിലാണ് മഹത്വം എടുക്കേണ്ടത്. ഇന്ന് അനേകർ വിചാരിച്ചു ദൈവത്തെ കൂടാതെ എങ്ങനെ ദൈവത്തിന് മഹത്വം എടുക്കുന്നത്? ഇതൊരു മണ്ടത്തരമല്ലേ? ഞാൻ ചിലരൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ വലിയ പാവമൊന്നും ചെയ്യുന്നില്ല. എങ്ങനെ നിന്നിൽ പിതാവ് മഹത്വം എടുക്കും? നീ യേശുവിൽ എങ്ങനെ മഹത്വമാകും? മനുഷ്യരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് നല്ല പ്രവൃത്തി ചെയ്താൽ സ്വർഗത്തിൽ പോകും. എന്തൊരു മണ്ടത്തരമായി കാണിക്കുന്നു. എന്നാൽ പിന്നെ യേശു മരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. നഷ്ടപ്പെട്ട മഹത്വം തിരിച്ചു തരാൻ യേശു വന്നു. ആദമിൽ ദൈവത്തിൻ്റെ പൂർണ്ണത വെളിപ്പെട്ടപ്പോൾ ആ നഷ്ടപ്പെട്ട മഹത്വത്തിന് തിരിച്ചു തരാൻ യേശു വന്നേ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ മഹത്വത്തോടെ ചേർക്കാനാ യേശു വരുന്നത്. ഹല്ലേലൂയ. ജീസസ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ലോർഡ്. ഗ്ലോറി. യേശുവിനെ കൂടാതെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ യേശുവിൻ്റെ മഹത്വമാകാൻ പറ്റുമെന്ന്? എനിക്ക് യേശുവിനെ കൂടാതെ ഞാൻ എങ്ങനെയാണ് യേശുവിൽ മഹത്വം എടുക്കുന്നത്? ഈ വചനത്തിൻ്റെ നിവൃത്തി എങ്ങനെ യേശുവിനെ കൂടാതെ ചെയ്യാൻ പറ്റും? ഞാൻ ക്രിസ്തുവിൽ മഹത്വം എടുക്കണം, ക്രിസ്തു എന്നിൽ മഹത്വം എടുക്കണം. ക്രിസ്തുവിനെ കൂടാതെ അപ്പൊ എന്താ പ്രസംഗിക്കുന്നേ? ക്രിസ്ത്യൻ സമൂഹം എന്താ പ്രസംഗിക്കുന്നത്? എന്താ പഠിപ്പിക്കുന്നേ? വഴിതെറ്റിക്കല്ലേ? മക്കൾ അവസാനിപ്പിക്കാൻ പോവാം. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് കയറട്ടെ. നമ്മുടെ ദൈവം നിങ്ങളെ തൻ്റെ എന്തിനാ വിളിക്കുക ചോദിക്കുക? ഏത് വിളി എന്താണ്? വിളി എന്താ? യേശുവിൻ്റെ നാമം നമ്മളിലും നമ്മൾ അവനിലും മഹത്വം എടുക്കണം. അതല്ലേ വിളി. ആർക്കും ഒരു അനക്കവും ഇല്ല. That the name of our Lord Jesus may be glorified in you. എന്നിൽ ഗ്ലോറിഫൈ ചെയ്തെന്ന് വിചാരിച്ച് നിങ്ങൾ ഗ്ലോറിഫൈ ചെയ്യത്തില്ല. നിങ്ങൾ തന്നെ ആക്ട് ചെയ്താലേ നിങ്ങൾ ഗ്ലോറിഫൈ ചെയ്യൂ. പഴയ നിയമത്തിൽ പുരോഹിതന്മാർ ചെയ്താൽ മതി. പുതിയ നിയമത്തിൽ എല്ലാവരും ദൈവത്തിന് വന്നിരുവാ. പഴയ നിയമത്തിൽ പുരോഹിതൻ എല്ലാവർക്കും വേണ്ടി നേർച്ച കൊടുത്താൽ മതി, പുരോഹിതനെല്ലാം ചെയ്താൽ മതി, ശുശ്രൂഷ ചെയ്താൽ മതി. പുതിയ നിയമത്തിൽ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാ. എല്ലാ മന്ദിരവും ഗ്ലോറിഫൈ ചെയ്യണം. Christ may be glorified and in him. നോക്കിയേ, യേശുവായിട്ട് ബന്ധമില്ലാത്തവൻ എങ്ങനെയാ ഈ സംഭവം? ഈ വാക്ക് എങ്ങനെ ഫുൾഫിൽ ചെയ്യും യേശുവുമായിട്ട് ബന്ധമില്ലാതെ? ചിലരൊക്കെ പറയുന്നത് പിന്നെ വിശ്വാസി ഞങ്ങൾ തന്നെ നല്ലോണം തന്നെ ജീവിക്കുന്നത്. എനിക്ക് അപ്പോൾ അകത്ത് വിഷമവും വരും, ചിരിയും വരും. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ഒരാൾ ചോദിച്ചു, അങ്ങനെ ആയിരുന്നു യേശു മരിക്കണം, യേശുവിനെ കൂടാതെ നിനക്ക് സ്വർഗത്തിൽ പോകാൻ യേശു മരിക്കണം? യേശുവിനെ കൂടാതെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജീവിതം ജീവിക്കാൻ പറ്റുമെങ്കിൽ യേശു വരണോ? നിന്നെ യേശുവാക്കി മാറ്റത്തില്ലായിരുന്നു? ഇല്ലയോ? കണ്ടോ? അല്ല, യേശുവിനെ കൂടാതെ ഒരു യേശു ഇപ്പോൾ ഭൂമിയിലുണ്ട്, അതുകൊണ്ട് ഞാൻ വരേണ്ട കാര്യമില്ലെന്ന് പിതാവിനോട് യേശു പറഞ്ഞു. ചിലരുടെ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ എനിക്കിങ്ങനെ തോന്നും, ഞാനങ്ങനെ വലിയ ഭാവമൊന്നും ചെയ്യുന്നില്ല, നിങ്ങളൊക്കെ പോകുന്നതിന് മുമ്പ് ഞാൻ പോകും. ഇതിനൊക്കെയാണ് ഞാനും വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ ഓർത്തഡോക്സ് സഭയിൽ നിന്നുകൊണ്ട് ഈ ബൈബിളൊക്കെ വായിക്കുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, ഒരു മനുഷ്യൻ കിടന്ന് പ്രാർത്ഥിക്കുക കേട്ടോ, നമ്മുടെ ദൈവമായി നോക്കി, അക്കോർഡിംഗ് ടു ദ ഗ്രേസ് ഓഫ് അവർ ഗോഡ്. നോക്കി, അത് ഗ്രേസാണ്. നോക്ക്, യേശുവിൻ്റെ നാമം നമ്മളിലും നമ്മൾ അവനിലും മഹത്വം എടുക്കണമെങ്കിൽ ആ ഗ്രേസിൽ കൂടെ പറ്റൂ. ഗ്രേസിൽ ആശ്രയിക്കാതെ എങ്ങനെ യേശുവിൻ്റെ നാമം മഹത്വം എടുക്കും? യേശു നമ്മളിലും മഹത്വം എടുക്കും. പക്ഷെ എനിക്ക് അതിൽ വിഷമമുണ്ട് കേട്ടോ. പറയുന്നത് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇതും ചെയ്യാതിരിക്കും മഹത്വം എടുക്കുവാന്ന് യേശു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ക്ലോസ് ചെയ്യുന്നു. ദൈവം സംസാരിച്ചു കഴിഞ്ഞു, പക്ഷെ കാതലാ സംസാരിക്കുന്നത്. ആ ഒരു കുഴപ്പം. സ്പെഷ്യൽ കാറ്റഗറിക്ക് വേണ്ടി മാത്രമുള്ളതാ. സ്പെഷ്യൽ കാറ്റഗറി, യഥാർത്ഥ സത്യം അന്വേഷിക്കുന്നവർക്ക് വേണ്ടി ദൈവം കൊടുക്കുന്ന സന്ദേശമായത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നീ അതിന് തുടങ്ങാൻ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ വെളിപ്പാടുകൾ മാറും. യഥാർത്ഥ സത്യത്തിൻ്റെ അന്വേഷണം ഇന്ന് തുടങ്ങിയാൽ ഇന്ന് മുതൽ നിന്റെ വെളിപ്പാട് മാറാൻ പോവാ. ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി, എങ്ങനെയും അങ്ങ് പോകണം, അവിടെ ഇരിക്കേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ യഥാർത്ഥ സത്യത്തിൽ എനിക്ക് മുന്നേറണമെന്ന് ആർക്ക് താല്പര്യമുണ്ടോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവൻ്റെ വെളിപ്പാട് മാറാൻ പോവുക. വചനം നിനക്ക് ജീവനായി മാറാൻ പോവുക. നീ ഇന്നലെ വരെ വായിച്ച വചനമല്ല നിന്റെ മുമ്പിൽ ഇരിക്കുന്നത്, അത് നിന്നോട് സംസാരിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. അത് നിന്നോട് സംസാരിക്കുക മാത്രമല്ല, ദൈവം വെച്ചിരിക്കുന്ന കോളിങ്ങിലേക്ക് നിന്നെ എത്തിക്കും. ഹല്ലേലൂയ. You are blessed. 2020 അവസാനത്തെ ബുധനാഴ്ച. You are blessed. 12 പേര്. ഇതിന്റെ തുടർമാനം 2021 വെളിപ്പെട്ടുവാണ്. ഈ കോളിങ്ങിന്റെ ഫുൾഫിൽമെന്റ്, ഈ കോളിങ്ങിന്റെ നിറവ് അടുത്ത വർഷം, ഹല്ലേലൂയ, അല്ല ഇപ്പൊ തന്നെ തുടങ്ങട്ടെ. ഹല്ലേലൂയ. ഈ നിറവിൽ വേണം അടുത്ത വർഷത്തിലേക്ക് കയറാൻ. ഹല്ലേലൂയ. താങ്ക് യു ഫാദർ, താങ്ക് യു. നല്ല പിതാവേ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. 2020 അവസാനത്തെ ബുധനാഴ്ച ചുരുക്കം ചിലരായിട്ട് ഈ ആലയത്തിൽ നീ ഞങ്ങളെ കുട്ടിവരുത്തിയത് നിന്റെ ദൈവിക പദ്ധതിയാ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ ഒരുമിച്ച് ആരാധിച്ചു, ഒരുമിച്ച് പ്രാർത്ഥിച്ചു, അനേക വിഷയങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഈ ലോകത്തിൻ്റെതായ ഒത്തിരി കാര്യങ്ങൾ പ്രാർത്ഥിച്ചു. എന്നാൽ അതിനൊക്കെ അപ്പുറമായി ഞങ്ങളുടെ കോളിംഗ്, അതിൻ്റെ തിരിച്ചറിവ് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ ആത്മാവ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വെളിപ്പെടുത്തണം. അതിൻ്റെ നിറവ് ഈ ദിവസങ്ങളിൽ മുന്നോട്ട് ഞങ്ങൾക്ക് ലഭിക്കുന്ന ജീവിതത്തിൽ അത് വെളിപ്പെട്ട് വരുവാൻ, അതിൻ്റെ നിറവിൻ്റെ സമൃദ്ധി വെളിപ്പെട്ട് വരുവാൻ ഇടയാക്കണമേ. ഈ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുക. പരിശുദ്ധ ആത്മാവ് തന്നെ ഈ ദൈവവചനത്തിൻ്റെ വെളിപ്പാടിനാൽ അവരെ നിറയ്ക്കണം. ഹല്ലേലൂയ, ഗ്ലോറി ടു ലോർഡ്, ഗ്ലോറി. ദൈവത്തിൻ്റെ മഹത്വം, ഹല്ലേലൂയ, ഇവരിലും ഇവർ ക്രിസ്തുവിലും മഹത്വമെടുക്കുവാൻ, അതിൻ്റെ പൂർണ്ണത വെളിപ്പെടുവാൻ തക്കതിനും വേണം. അവരുടെ കോളിംഗ് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നേറുവാൻ ഇവരെ നീ സഹായിക്കുന്നതിനായി സ്തോത്രം. ഇവരുടെ ഈ ലോകത്തിലെ ആവശ്യങ്ങൾ നീ കരുതിക്കൊള്ളാമെന്ന് പറഞ്ഞിരിക്കുന്നു. കാക്കയെ നോക്കാതെ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അവർക്ക് വേണ്ടുന്നതെല്ലാം നീ ഒരുക്കി കൊടുക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് മുളച്ചു വരുന്നതും നാളെ വാടിപ്പോകുന്നതും ആ പുല്ലിനെ ഇത്ര മനോഹരമായിട്ട് ഞാൻ ചമയിക്കുന്നെങ്കിൽ, ശലോമോൻ പോലും തൻ്റെ മഹത്വത്തിൽ ഒരു താമരയുടെ കൂട്ടായിരുന്നില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ, വിശ്വാസിയെ, അല്പവിശ്വാസിയെ, നിന്നെ എത്ര അധികം, ഹല്ലേലൂയ, നീ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യാനുള്ളവനല്ല. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്ക്. നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചത് നിന്റേതാ, അത് നിന്നെ പിൻപറ്റുന്ന. ഹല്ലേലൂയ. യെസ്, ഗ്ലോറി ടു ലോർഡ്, ഗ്ലോറി 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 ഗ്ലോറി. ദൈവത്തിന് മഹത്വം. കർത്താവേ, ഈ മക്കളെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. ഈ ബ്ലെസ്സിങ് ഇവരെ പിൻപറ്റട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം ഇവരിൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ഇവർ നിന്നിൽ മഹത്വം എടുക്കട്ടെ. പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഇവർ അനേകർക്കൊരു അനുഗ്രഹമായി, അനേകർക്ക് മാതൃകയായി, ദൈവമഹത്വം വഹിക്കുന്നവരായി, അനേകർക്ക്, ഹല്ലേലൂയ, ദൈവത്തെ പ്രദർശിപ്പിക്കുന്നവരായി തീരട്ടെ. ഈ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. ഇവരുടെ ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. വിശ്വാസത്തിൽ ഇവരെ ഉറപ്പിക്കും. കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. വാക്ക് പറഞ്ഞവൻ വിശ്വസ്തൻ. നിന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ആ ദിവസത്തിൽ അതിനെ പൂർത്തീകരിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ബ്ലസ് ചെയ്യുന്ന കർത്താവേ, ഇന്ന് വരാൻ സാധിക്കാത്തവർക്കായി സ്തോത്രം. അവരെ അനുഗ്രഹിക്കണമേ. ഭവനങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, മറ്റ് വിവിധ മേഖലയിലായിരിക്കുന്നവർ, മറ്റ് രോഗത്താലും മറ്റ് പലവിധ വിഷയങ്ങളാൽ ഭാരപ്പെടുന്നവർ, ആശ്വാസവും സമാധാനവും അയക്കുന്നതിനായി സ്തോത്രം. കടന്നു വന്ന എല്ലാവർക്കായി സ്തോത്രം. പ്രത്യേകിച്ച്
ഞങ്ങളുടെ നടുവിലായിരിക്കുന്ന ലിജോ മോനായി, കാരൻ മോൾക്കായി, അവർ കൊടുത്ത കുടുംബ ജീവിതത്തിലേക്ക് ഇവർ പ്രതീക്ഷിച്ചിരിക്കുന്നു. ഇന്ന് കേൾപ്പിച്ച സന്ദേശം അവരുടെ ജീവിതത്തിൻ്റെ ദൈവത്തിൻ്റെ കോളിങ്ങിൻ്റെ നിറവിലേക്ക് എത്തപ്പെടുവാൻ അവരെയും സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. മറ്റ് ഞങ്ങളുടെ യൗവനക്കാരെ എല്ലാം ഒത്ത് പ്രാർത്ഥിക്കുന്നു. ജെറിക്കായി, ജിതിനായി സ്തോത്രം, ജിനുവിനായി പ്രൈസലോ, ലിൻഡോയ്ക്കായി പ്രാർത്ഥിക്കുന്നു. മഹിമയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വിവിധ സ്ഥലങ്ങൾ, സാമിനെയും ജോയ്സിനെയും കുടുംബത്തിനായി, ലിബിനായി, ഹല്ലേലൂയ പ്രൈസലോ, ഷാലോനായി ഒക്കെയും ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ വിവാഹത്തോടനുബന്ധിച്ച് മറ്റ് ദേശത്തായിരിക്കുന്ന നീതുവിന് വേണ്ടിയും എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുക. എല്ലാവരെയും ഇവിടുന്ന് ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ടെ. ലിയായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുത വഴികൾ തുറക്കപ്പെടട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെയും ദൈവത്തിൻ്റെ അത്ഭുതകരം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലും കർത്താവിൻ്റെ കരം വെളിപ്പെടും. കർത്താവിൻ്റെ കരുതൽ ആർക്കും മുടക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അത് പ്രതികൂലങ്ങളിൽ ഉള്ളതല്ല. ഏത് സാഹചര്യം പ്രതികൂലമായാലും അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ കരുതൽ വെളിപ്പെടും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അത് ഈ ദിവസങ്ങളിൽ വെളിപ്പെടട്ടെ. നടക്കുന്ന എല്ലാ ശുശ്രൂഷയും അനുഗ്രഹമാക്കും. ഞായറാഴ്ചത്തെ മീറ്റിംഗ്, യൂത്ത് മീറ്റിംഗ്, ഹല്ലേലൂയ, ചെയിൻ പ്രയറിനെ എല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഒരുമിച്ച് ബ്ലസ് ചെയ്യുന്നു. പ്രത്യേകിച്ച് അമേരിക്കയിലായിരിക്കുന്ന മാമയ്ക്കായി, ജോർജ് കുട്ടിച്ചൻ, അവരുടെ വരവിന് എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാക്കി തീർക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. സഭയിലെ എല്ലാ മക്കളെയും ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. ഒന്നിച്ച് തന്ന ഈ കൂട്ടായ്മയ്ക്കായി സ്തോത്രം. എല്ലാ മഹത്വം കർത്താവിന്. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും വിശുദ്ധിയാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടി നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിനോടും പുരോഗത്തിലുള്ള എല്ലാ വിശുദ്ധന്മാരോടും ഇപ്പോഴും നീക്കുണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു മൂലം ചെയ്യാൻ നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പുതുവർഷം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. സന്തോഷത്തോടെ ആയിരിക്കുക. ഹൃദയം കലങ്ങരുത്. കർത്താവിൽ വിശ്വസിച്ച് ദൈവം ആഗ്രഹിക്കുന്ന നിറവ് നമ്മൾ ഓരോരുത്തരും വെളിപ്പെടുവാൻ ദൈവം ഇടയാക്കട്ടെ. ഗോഡ് ബ്ലസ് യു.